ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴത്തോരു മുമ്പേ സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ, അതായത് അലീനയുടെ സ്വന്തം പപ്പയുടെ വീട്ടിൽ ആദ്യ ദിവസമാണ് അലീന കേട്ടോ. അലീന റൂം കാണുമ്പോഴേക്കും ഇതിനേക്കാളും ചെറിയ റൂമില്ലേ എന്ന് ആ ചേട്ടനോട് ചോദിക്കുമ്പോൾ, മോളെ ഇനിയുള്ള റൂമൊക്കെ ഇതിനേക്കാളും വലിയ റൂമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് രണ്ട് നായ്ക്കൾ വരുവാട്ടോ. അവരെ തലോടിക്കൊണ്ട് അലീന ചോദിക്കണ്ട, ആഹാ നിങ്ങൾ എവിടെയാ കിടക്കുന്നത്, നിങ്ങളുടെ അടുത്ത് ഒരു റൂം ഉണ്ടെങ്കിൽ അതെനിക്ക് തരാവോ എന്നതിന് ചോദിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. എന്നിട്ട് ആ നായ്ക്കളുടെ പേര് വിളിച്ചിട്ട് ഗോ, ഈ റൂമിൽ കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതനുസരിച്ച് അവരവിടെ നിന്ന് ഓടിപ്പോകുക കേട്ടോ. ശേഷം അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോൾക്ക് എന്തൊക്കെയാ വേണ്ടത്, കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ആഭരണങ്ങൾ, എന്ത് വേണമെങ്കിലും മടി കൂടാതെ പറഞ്ഞോളൂ കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അതിനെ പറയണ്ട, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്, എങ്കിലും ഡ്രസ്സ് ഒരിക്കലും പെൺകുട്ടികൾക്ക് അധികമാവില്ല. ഒരു കാര്യം ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ കൊട്ടാരക്കരയിലോ തൊട്ടടുത്തോ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് നല്ലൊരു തുണിക്കടയിൽ പോയിട്ട് മോൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാം. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ രീതിക്കനുസരിച്ച് ജീവിക്കണം എന്ന് സ്റ്റാൻലി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഇടാനൊരു ഡ്രസ്സ് പോലും ഉണ്ടായില്ല, കീറിയ ഡ്രസ്സ് വീണ്ടും വീണ്ടും തുന്നി തയ്പ്പിച്ച് ഇടുമായിരുന്നു. അന്നൊക്കെ ഒരു ഡ്രസ്സിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിന് ഡ്രസ്സ് എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുമില്ല എന്നൊക്കെ അലീന പറയുമ്പോഴേക്കും സ്റ്റാൻലിയുടെ കണ്ണെന്നറിയാട്ടോ. സോറി മോളെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അലീന അവിടെ ജനല് വിൻഡോ തുറന്നതിന് ശേഷം അതിലേക്കൂടി നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ കുറെ നായ്ക്കൾ എല്ലാവരും കൂടി അലീനെ തന്നെ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അലീനക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം അവിടെ അവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ തനിക്കൊരു കൂട്ടായല്ലോ സമയം പോകാനായിട്ട് എന്നൊക്കെ വിചാരിക്കുകയാണ് അലീന കേട്ടോ. അലീനക്ക് റൂമിൽ ഒരു TV തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റാൻലി, ശേഷം AC ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് അലീനക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കാവോ ആ സൗകര്യങ്ങൾ കൈ നിറയെ വാരിക്കോരി കൊടുക്കാൻ വേണ്ടി നോക്കാണ് സ്റ്റാൻലി. അതുവഴി സ്നേഹം നേടിയെടുക്കാനും മകൾക്ക് ഇതുവരെ കിട്ടാത്ത സൗഭാഗ്യങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കാനൊക്കെ ശ്രമിക്കായിരിക്കും. പക്ഷെ അതൊക്കെ കാണുമ്പോൾ അലീനക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യണത്. അതേസമയം വൈജയന്തി വീട്ടിലെത്തിയ കാര്യം ബാലചന്ദ്രനോട് പറയുന്നുണ്ട് മനു. ബാലചന്ദ്രനെ പറയുന്നുണ്ട്, എനിക്കറിയാം അവള് ഞാൻ പോകുമ്പോൾ തന്നെ വീട്ടിലേക്ക് വരുമെന്ന് എന്നിങ്ങനെ ബാലചന്ദ്രനെ പറയുന്നുണ്ട്. ശേഷം ബാലചന്ദ്രൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല, കാരണം അലീന പോയിന്റെ വിഷമം നന്നായിട്ട് ബാലചന്ദ്രൻ കേട്ടോ. ബാലചന്ദ്രൻ ആകെ വിഷമിച്ച് അവിടെ തന്നെ അങ്ങനെ അവിടെ കാറിൽ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല, തൊട്ടടുത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം കിട്ടുകയാണെങ്കിൽ റൂമിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് മടങ്ങാനാണ് ബാലചന്ദ്രന്റെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ വൈജയന്തി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അരിച്ചു പെറുക്കി നോക്കുകയാണ് അലീന എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോന്ന്. അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ, പണം, അത് ബാങ്ക് ബാലൻസ് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് എല്ലാം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം വൈജയന്തി കണ്ടുപിടിച്ചു. വൈജയന്തി അവിടെ എല്ലാവരെയും വിളിച്ചു വരുന്നുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വൈജയന്തി വിളിക്കുമ്പോൾ തന്നെ അടുത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. 1, 2, 3 പ്രാവശ്യം വിളിക്കുമ്പോഴാണ് എല്ലാവരും അടുത്തേക്ക് പോകുന്നത്. എന്താ കാര്യം എന്ന് മനു ചോദിക്കുമ്പോൾ, ഞാൻ കണ്ടെത്തിയടാ, ഞാൻ കണ്ടെത്തി, അവൾ അങ്ങനെ വെറും കൈയോടെ വീട്ടിലെന്ന് ബാലചന്ദ്രൻ വീട്ടിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവസാനം കണ്ടെത്തി, ബാലചന്ദ്രൻ എന്തൊക്കെ കൊടുത്തിട്ടാണ് അവൾ ഇവിടെ പറഞ്ഞു വെച്ചത്. ഓഹോ, അപാര കഴിവ് തന്നെ ആന്റിയുടെ. വീട്ടിലേക്ക് വന്ന് കേറിയില്ല, അപ്പോഴേക്കും അലീന എന്തെങ്കിലുമൊക്കെ എടുത്ത് പോയോന്നാണ് നോക്കുന്നത്. പിന്നെ നോക്കണ്ടേ, ഞാൻ കണ്ടെത്തി 17 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് അവളെ അണിയിച്ചൊരുക്കി ഇവിടുന്ന് വിട്ടതല്ലേടി, അത് പോരാണ്ട് 7000 രൂപയുടെ സാരി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാടി കൊടുത്തു വിട്ട് അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇതൊന്നും അലിന ചേച്ചി ആവശ്യപ്പെട്ടതല്ല, ഞാനും കൃഷ്ണമോളും കൂടി ചേർന്നിട്ട് അലിന ചേച്ചിനെ ഒരുക്കിയത്, അത് കുറഞ്ഞു പോയെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഓഹോ, എങ്കിലും ഇവിടെ ഉണ്ടായ സ്വർണ്ണമെല്ലാം അവളുടെ കഴുത്തിലും കാതിലും നിനക്ക് ഇട്ട് കൊടുത്തുവിടായിരുന്നോടെ, അതിന് അമ്മയുടെ സ്വഭാവമല്ല അലിന ചേച്ചിയുടെ സ്വഭാവം എന്ന് ബബിത പറയണോ. ഓഹോ, നീയൊക്കെ ഇപ്പോ അവളുടെ അടുത്താണല്ലേ കൂറ്, കൊള്ളാടി, പെറ്റ വയറിന്റെ ആ ഒരു മനസ്സും സ്നേഹവും ആ ഒരു വിലയും നിനക്ക് മനസ്സിലാവാണ്ട് അലീന ചേച്ചി അവളൊക്കെ നിന്റെ ആരാടി, അവളെ പിടിച്ച് തലേ വെച്ചിരിക്കുന്നു. ഇത് ഞാൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, 17 ലക്ഷം രൂപയുടെ സ്വർണം എന്തിനാ അവൾക്ക് കൊടുത്തെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരട്ടെ, എല്ലാത്തിനും ഞാൻ കണക്ക് ചോദിക്കുന്നുണ്ട് എന്ന് വൈജയന്തി പറയുമ്പോ മനു പറയണ്ട, ഹോ ഒന്ന് നിർത്താൻറ്റി, അങ്കിൾ ഇങ്ങോട്ട് വന്നില്ല, അതിന് മുമ്പേ തുടങ്ങി ആന്റിയുടെ പോരും. ശരി, ആന്റി പോയി ചോദിക്കേ, എന്തിനാണ് ഇത്രയും പണം കൊടുത്തത്, പോയി ചോദിക്കേ, അപ്പോ അങ്കിള് കുറച്ച് മറുപടി പറയും. അതൊക്കെ കേൾക്കാനേ ത്രാണി ആന്റിക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, എടാ രോഹി, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, നിന്നെ എനിക്ക് തലക്ക് പ്രാന്ത് പിടിക്കും, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് മനു ചെയ്യേണ്ടത്. രോഹിത്ത് പറയണ്ട, അമ്മേ നമുക്ക് നാണമില്ലേ അമ്മേ, ഇട്ടും മൂടാവണം അത്ര ഉണ്ടല്ലോ അമ്മേ, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതീന്നും കൈയിട്ട് വാരാൻ നിൽക്കുന്നു, വല്ലാത്തൊരു ജന്മം തന്നെ, കഷ്ടം തന്നെ, അമ്മ വളർത്തിയിട്ടാ ഞങ്ങളെല്ലാം വഴിതെറ്റി പോയത്, ഇപ്പൊ ഞങ്ങൾ നേർവഴിക്ക് നടക്കുന്ന നല്ല പിള്ളേരാ, ഇനി
ഞങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ നോക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞിട്ട് രോഹിത്തും ബബിതയും കൃഷ്ണമോളും കൂടി അകത്തേക്ക് കയറി പോട്ടോ. വൈജയന്തി അപ്പോഴും പിറുപിറുത്തോണ്ടിരിക്കണം. വരട്ടെ, വെച്ചിട്ടുണ്ട്, ആ ബാലചന്ദ്രൻ വരട്ടെ, ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിലോ സ്റ്റാൻലിയുടെ ആ വീടൊക്കെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാട്ടോ. ആ വീട് ചുറ്റിക്കാണാൻ ഒരു ദിവസം മുഴുവൻ മതിയാവില്ലെന്ന് അലീനക്ക് മനസ്സിലായി. കുറച്ച് പറമ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം നോക്കി കാണുന്നുണ്ട്. അലീന അവിടെ ഇടുന്നുണ്ട് ഡ്രസ്സ് ഉണ്ടല്ലോ, ചുരിദാർ, ആ സെയിം ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആഭരണങ്ങളെല്ലാം ഊരി വെച്ച് മുമ്പ് അലീന എങ്ങനെയായിരുന്നു, അതായത് ബ്രിജിത മമ്മിയുടെ ആ ഒരു ഓർഫനേജിൽ വന്ന അലീന എങ്ങനെയായിരുന്നു ആ രീതി തന്നെയാണ് അലീന ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അലീന എല്ലാ റൂമുകളിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോണ സമയത്താണ് സ്റ്റാൻലി ജോസഫിന്റെ റൂമിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അവിടെ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഗ്ലാസ്സുകളിൽ മദ്യം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അലീന അത് കാണുമ്പോൾ ഷോക്കായി പോവാട്ടോ. കാരണം ഇത്രയും മദ്യക്കുപ്പികൾ, ഇത്രയും മദ്യപിക്കുന്ന ഒരാളാണോ തന്റെ അച്ഛൻ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അലീന ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും സ്റ്റാൻലിക്കാകെ നാണക്കേടാവാട്ടോ. സ്റ്റാൻലി വേഗം തന്നെ അലീനും ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. കാരണം കുറച്ച് വെള്ളവും കൂടി അടിച്ചുകൊണ്ട് അലീനിട്ട ഡ്രസ്സ് ഒട്ടും തന്നെ സ്റ്റാൻലിക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ. സ്റ്റാൻലി വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് അലീനടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇതെന്ത് വേഷം ഇട്ടിരിക്കുന്നത്, നിനക്ക് വേറെ നല്ല ഡ്രസ്സൊന്നും ഇല്ലേ മോളെ? ഞാൻ പറഞ്ഞതല്ലേ മോൾക്ക് വേറെ നല്ല ഡ്രസ്സ് വാങ്ങിച്ചിരുന്നത്, ഇതെന്ത് കോലമായത്? ഇത് കണ്ടു കഴിഞ്ഞാൽ നിനക്കൊന്നുമില്ലാതെ വീട്ടിലെ വന്നതുപോലെ തോന്നുന്നുണ്ടല്ലോ. ബാലചന്ദ്രൻ ഇവിടെ ആക്കിപ്പോയ ആൾ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ ഉള്ള ആൾ എങ്ങനെ ഇരിക്കുന്നു? മനുഷ്യരുടെ കോലത്തിലല്ലല്ലോ കാര്യം, വേഷത്തിലും അല്ല കാര്യം, മനസ്സിന്റെ നന്മയിലും മനുഷ്യന്റെ സ്വഭാവത്തിലുമല്ലേ കാര്യം എന്ന് അലീന തിരിച്ചു മറുപടി പറയേണ്ട. ശേഷം അലീന മദ്യക്കുപ്പികൾ ഒന്ന് നോക്കുന്നുണ്ട്. ആ നോട്ടത്തിലെല്ലാം ഉണ്ട്, എന്തിനാണ് ഇങ്ങനെ മദ്യപിച്ച് കുടിച്ച് ചാവുന്നത് എന്ന രീതിയിലാണ് അലീന സ്റ്റാൻലിനെ നോക്കുന്നത് കേട്ടോ. സ്റ്റാൻലിക്ക് പക്ഷെ അത് ചോദിക്കാൻ അലീനക്ക് ആ ഒരു വോയിസ് കിട്ടിയിട്ടില്ല. അതായത് അലീന അങ്ങനത്തെ ഒരു രീതിയിൽ ചോദിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ. എങ്കിലും അലീന ഒരു വാക്ക് പറയണ്ടേ, ഇങ്ങനെ സ്വയം കുടിച്ച് നശിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്ന് പറഞ്ഞിട്ടാണ് അലീന അവിടെ പോവാണത്. സ്റ്റാൻലിക്ക് ആകെ നാണക്കേടായി പോവാട്ടോ. പക്ഷേ ആദ്യ കാഴ്ച തന്നെ അവള് വിചാരിച്ചു കാണാൻ ഞാൻ മുഴുക്കുടിയനാണെന്ന്. പക്ഷെ നാണക്കേട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ആ മദ്യക്കുപ്പികളൊക്കെ മാറ്റി വെക്കാണ്. ശേഷം കുടിക്കായിട്ട് തന്നെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീൻ്റെ അടുത്ത് പറയണ്ട, മോള് ഈ വേഷം വേണ്ടായിരുന്നു മോളെ, മോൾക്ക് വേറെ ഏത് ഡ്രസ്സാണ് ഇഷ്ടം? ചുരിദാറാണോ മോൾക്ക് ഇഷ്ടം? മോൾക്ക് ചുരിദാർ ആയിരിക്കും ഇഷ്ടം അല്ലേ? ചുരിദാറാണെങ്കിൽ ഓക്കെ, നമുക്ക് നല്ല ചുരിദാർ എടുക്കാൻ പോവാം. വേണ്ട, എൻ്റെ കയ്യിൽ നല്ല ചുരിദാറുകളൊക്കെ ഉണ്ട്. വീട്ടിലിരിക്കുമ്പോൾ എന്തിനാ നല്ല ചുരിദാർ ഇട്ടിരിക്കുന്നത്? പുറത്തു പോകുമ്പോൾ മാത്രം നല്ല ചുരിദാർ ഇട്ടാ പോരെ? വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലിടാൻ ഡ്രസ്സ് ഇട്ടാ പോരെ? മോളെ അങ്ങനെയല്ല, എനിക്ക് ഈ ഡ്രസ്സേ പറ്റുള്ളൂ. എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും എന്നെ നിർബന്ധിക്കാറില്ല എന്ന് പറയാണ്. അപ്പൊ തന്നെ സ്റ്റാലിയുടെ മുഖം മാറാട്ടോ. തുടങ്ങി ബാലചന്ദ്രൻ തന്നെ താരതമ്യപ്പെടുത്താനായിട്ട്. വേണ്ട, ഒന്നും പറയണ്ട എന്ന് സ്റ്റാലിയും വിചാരിക്കേണ്ട. ശേഷം അലീന അവിടുന്ന് റൂമിലേക്ക് പോവാണ്. അലീനൊക്കെ ആകെ ഒരു പണിയില്ല, ആകെ ബോറടിക്കാട്ടോ. അവിടെ ആരുമില്ല സംസാരിക്കാനായിട്ട്. പിന്നെ പതുക്കെ നമ്മുടെ തോട്ടൻ ചേട്ടനായിട്ടും നമ്മുടെ ഡ്രൈവർ ഏട്ടനായിട്ടും ഒക്കെ അലീന കമ്പനി ആവുന്നുണ്ട്. അതിനേക്കാളും കമ്പനി ആവുന്ന നായ്ക്കളായിട്ടാണ് അവരായിട്ട് സംസാരിച്ച് എല്ലാ അലീന ദിവസം തള്ളി നീക്കാണ്. അപ്പോഴും സ്റ്റാൻലി ആയിട്ട് അലീന പെട്ടെന്നൊന്നും അടുക്കുന്നില്ല കേട്ടോ. അലീനയുടെ മനസ്സിൽ ഇങ്ങനെയാണ്, തന്നെ ഒളിപ്പിച്ച് പാർപ്പിച്ചൊരു ഇടം, അത് തന്നെ വീട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുപോവാതെ, ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ കൊണ്ടുപോവാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിലാണ് അലീന ആ ഒരു കെട്ടിടത്തെ കാണുന്നത് കേട്ടോ. എന്തായാലും നല്ല നല്ല എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.